വരുമ്പോഴേക്കും നിങ്ങൾക്കത് മുതൽക്കൂട്ടാകുമായിരുന്നില്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് എന്തിനാ? നിങ്ങളുടെ തന്നെ നേതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. കോട്ടുമല ബാപ്പു മുസ്ലിയാർ പറയട്ടെ, അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ ബിദഈ കക്ഷികൾ കടന്നു വന്നപ്പോൾ ആ ബിദഈ കക്ഷികളെ പ്രതിരോധിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥിതിയെ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാനും പടുത്തുയർത്താനും പരിരക്ഷിക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതെന്ന് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ലക്ഷ്യമായി കോട്ടുമല ബാപ്പു മുസ്ലിയാർ വിശദീകരിക്കുകയാണ്. ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ, ഒരഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നതൊക്കെ നമ്മളെ വാപ്പാരും പാപ്പാരും പാപ്പാരും അതിന്റെ അപ്പുറത്തെ തലമുറക്കാരും അതിന്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ ഖുതുബോദിയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ. എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരിൽ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നു. ഇതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട പത്തപ്പിരിയ ഉസ്താദും ഈ പ്രദേശത്തെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അവരിവിടെ സുബൈക്ക് കുനൂത്തോതുന്നവരാണ്. മുസ്ലിയാക്കന്മാരെ സുബൈക്ക് കുനൂത്തോതാ നിൽക്കുന്ന ഒരു ടീം വേറുണ്ട് ഇവിടെ, ഒരു വഹാബികളാണ്. മരിച്ചെടുത്ത് ഖുർആൻ ഓതാത്ത ടീമുണ്ട് ഇവിടെ, അവർ മുബ്തദീകളാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണെന്ന് പറയുന്ന ടീമുണ്ട് ഇവിടെ, അത് ഈ രാജ്യത്തെ വഹാബികളാണ്. അവരോട് ആദർശപരമായി പ്രതിരോധം സൃഷ്ടിച്ച് ഇസ്ലാമിന്റെ ആധ്യാത്മിക ധാരയെ പാരമ്പര്യ വഴിയിലൂടെ പരിരക്ഷിക്കാനാണ് ഈ പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടതെങ്കിൽ പത്തപ്പിരിയത്തി അടുത്ത കാലത്ത് ആ പണി നിങ്ങൾ എത്രയാ ചെയ്തത്? ഇവിടുത്തത് മാത്രം മൂക്കിന്റെ അടുത്ത് എടുക്കുക. നമ്മൾ ഈ പ്രദേശത്ത് നിങ്ങൾ എന്തു ചെയ്തു അതിനു വേണ്ടി? സഹോദരന്മാരെ, ഇനി അദ്ദേഹം തന്നെ പറയട്ടെ, അങ്ങനെ രൂപീകരിച്ച സമസ്തയുടെ നേതാക്കളായി ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടി ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട EKS മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങളെ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നഗറാണ്. ഈ നഗർ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു മഹാനവറുകൾ? പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഈ സമുദായത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിഞ്ഞു വെച്ചതായിരുന്നു. ആ മഹാനവറുകളെ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി അതിനെതിരിലുള്ള എല്ലാ വിഭാഗക്കാരെയും അടിച്ചൊതുക്കി അവരെ മുഴുവനും ഉദ്ദേശങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒരു നിലക്കും ഇവിടെ നടത്താൻ സാധ്യമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത ആ മഹാനവറുകളുടെ നാമം. അങ്ങനെയുള്ള മഹാന്മാരുടെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന എത്ര ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ? ഈ EKS മുസ്ലിയാരുടെ പാരമ്പര്യം ജീവിതത്തിൽ ഏറ്റെടുത്ത ഒരു മുസ്ലിയാര് നിങ്ങളെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ പത്തപ്പിരിയത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് വഹാബികളൊന്നും നിങ്ങളെ കസാല ഫുള്ളാക്കി തരൂല. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദർശത്തിന് വേണ്ടിയുള്ള പ്രബോധനത്തിലേക്ക് വരാൻ ഇവിടെയുള്ള എസ്കക്കാരെ ആമുഖമായി
വിനയത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ സഹോദരന്മാരെ, മഹാനായ EKS മുസ്ലിയാർ, ആ EKS മുസ്ലിയാരുടെ ആദർശ പടയോട്ടങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആദർശ പോരാളിയായി മുസ്ലിം കൈരളി പരിചയപ്പെട്ട പണ്ഡിതനാരാ? മഹാനായ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി, ആദർശ പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നെടുന്തൂൺ ഖമറുൽ ഉലമ കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ. EKS മുസ്ലിയാർക്ക് ശേഷം ആ പടയോട്ടത്തിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതനാണ്. അന്നൊക്കെ ഇന്ന് സമസ്തയുടെ അവകാശികളാണെന്ന് പറഞ്ഞ് സ്വന്തം ആസനത്തിൽ തഴമ്പ് തിരയുന്ന പലരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു എന്നതല്ലേ വസ്തുത. ഇരിക്കട്ടെ, ആ കാന്തപുരം ഉസ്താദ് അന്ന് നടത്തിയ ആദർശ പടയോട്ടം കൊട്ടപ്പുറത്തിന്റെ കട്ടപ്പാടങ്ങളിൽ നിന്ന് അന്ന് കാന്തപുരം ഉസ്താദ് ഉതിർത്തിവിട്ട ചോദ്യശരങ്ങൾ, എന്താണ് മൗലവി പ്രാർത്ഥന, എന്താണ് മൗലവി തൗഹീദ്, എന്താണ് മൗലവി ശിർക്ക്, ഇത് നിർവചിക്കാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രഖ്യാപനം മുസ്ലിം കൈരളി ഏറ്റെടുക്കുകയും പത്തപ്പിരിയത്തെ പല വഹാബി പ്രസ്ഥാനത്തിന്റെയും ഹെഡ് ഓഫീസിന്റെ ചുവട്ടിൽ ഇന്ന് നടക്കുന്ന ചർച്ച എന്താണ് പ്രാർത്ഥന എന്നതാണ്, എന്താണ് ശിർക്ക് എന്നതാണ്, എന്താണ് തൗഹീദ് എന്നതാണ്. ഇങ്ങനെ ഈ ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷം വഹാബി പ്രസ്ഥാനത്തിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയെടുത്ത ആർജവവീര്യം ആവാഹിച്ചെടുത്ത ആയിരങ്ങളായ ആദർശ പടയാളികൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പുകൾ, ആ ചെറുത്തുനിൽപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ മഹാനായ കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്തണമെന്ന തിരിച്ചറിവിൽ നിന്ന് ചില നിഷ്കളങ്കരായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ തിരിച്ചുവിടുകയും, പക്ഷേ ജീവിതത്തിന്റെ ആ അന്ത്യയാമങ്ങളിൽ മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ ഇതൊരു ചതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സമസ്ത യോജിക്കണമെന്നും ഇനിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള ഗ്രൂപ്പ് തർക്കം കൊണ്ട് രാജ്യത്തിന്റെ കവലകൾ മലീമസമാകരുത് എന്നും പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇന്ന് വഫാത്തായി പോയത് എന്ന് 1996 ചന്ദ്രികാ ദിനപത്രത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ പച്ചമലയാളത്തിലെ ലേഖനമുണ്ട്. മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ അത് തിരിച്ചറിയുകയായിരുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഈ രാജ്യത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ 80 കൊല്ലത്തെ എല്ലാവിധ തൗഹീദി അജണ്ടകളെയും എല്ലാവിധ നിർമ്മിത തൗഹീദിന്റെ അജണ്ടകളെയും തകർത്ത് തരിപ്പണമാക്കി ചീട്ടുകൊട്ടാരം പോലെ കേരളത്തിന്റെ മാറിടത്തിൽ തകർന്നു തരിപ്പണമായ വഹാബി പ്രസ്ഥാനത്തെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം അത് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും കീഴിലുള്ള ആദർശ പ്രസ്ഥാനമാണ് എന്നത് സഹോദരന്മാരെ ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പറയൂ, ഞങ്ങളെപ്പോലെ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ പതനത്തിന് ഇന്നലകളിൽ പണിയെടുത്തവരാരാണ്? ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക് നാദാപുരത്ത് ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഹുസൈൻ സലഫിയുമായി മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, നല്ല ആവേശപുളകിതമായ എത്രയെത്ര ഭാഗങ്ങൾ, എത്രയെത്ര ക്ലിപ്പുകൾ, എത്രയെത്ര ഭാഗങ്ങളാണ് നമുക്ക് ആ ഖണ്ഡന മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഓർക്കാനുള്ള ഒരുപാട് ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. മഹാനായ പേരോട് ഉസ്താദ് നാദാപുരത്തെ ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫിയെ മൂക്കുകൊണ്ട് റാവരപ്പിക്കുന്ന രംഗം, ഇത്തരം രംഗങ്ങൾ കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് കൂട്ടരെ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും നോക്കോ, ഫൈൻ തിബ്നലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കുമല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബ്നലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാപുരത്ത് വന്നിട്ട്. വെല്ലുവിളിക്കുന്നവരോടെ
ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബ്നലക്കും ഫൈൻ തിബ്നലക്കും ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പം കൊണ്ട്. അപ്പോ ഇരിക്കട്ടെ, ഇപ്പൊ വഹാബികൾ ചെരുപ്പെടുത്തോ? വഹാബി പ്രസ്ഥാനത്തിൽ ഏകദേശം 10 കൊല്ലക്കാലം നമ്മളോട് വാദപ്രതിവാദത്തിലും ഖണ്ഡന പ്രസംഗത്തിലും നിന്നിരുന്ന 40ഓളം വരുന്ന വഹാബി മൗലവിമാർ ഇന്ന് ആ പ്രസ്ഥാനത്തിൽ ഇല്ല കൂട്ടരെ. എന്തേ കാരണോ? ഒക്കെ ചെരുപ്പെടുത്തു പോയി അല്ലേ? എസ്കക്കാർ ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പ് കേൾക്കാൻ അങ്ങൾക്കില്ലേ പൂതി അല്ലേ? കടുകുമണിയോളം കൽബിൽ സുന്നത്തിയമായിട്ടുണ്ടെങ്കിൽ പടച്ചോനെ, ഞങ്ങളെ നേതാക്കളും ഇങ്ങനെയൊക്കെ വഹാബികളോട് ഒരു പ്രസംഗം നടത്തുന്ന കാലം സ്വപ്നം കാണാൻ സുഹൈർ ചുങ്കത്ര സ്വപ്നം കണ്ട മാതിരി അല്ലെങ്കിലും ഒരു ചെറിയ